ഹായ് ഗായ്സ്, മുടി നല്ല കട്ട കറുപ്പായിട്ട് ഈട്ട തൂർന്ന് വളരണോ എങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷണർ ഒന്ന് ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൈസ് ഞാൻ പറയുന്നു, നിങ്ങളുടെ മുടി നല്ല കട്ട കറുപ്പായിട്ട് തലയോട്ടി തിങ്ങി നിറഞ്ഞ് മുടി വളർന്നതായിട്ട് നിങ്ങളുടെ കൺകുളിർക്കെ കാണാൻ പറ്റൂട്ടോ. നല്ല ബേബി ഹെയർസൊക്കെ ഒത്തിരി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മുടിയുടെ ലെങ്ത്തും കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറുതെ പറയുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റൈസ് വാട്ടർ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം. മാക്സിമം നിങ്ങൾ കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട്. ഉപ്പിട്ടിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നല്ല രീതിക്ക് കൊഴിച്ചിലാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നോക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഇൻഗ്രീഡിയൻറ്റും കൂടി ആകുമ്പോഴാണ് ഈ ഒരു കഞ്ഞിവെള്ളവും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർന്നുള്ള കോമ്പിനേഷനിൽ നമ്മുടെ മുടി നല്ല രീതിക്ക് കട്ട കറുപ്പായിട്ട് വളരുന്നത് കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ കോഫി ബീറ്റ്സ് ആണ്. നമ്മുടെ കോഫിയുടെ ആ ഒരു സീഡാണ്. ഓക്കെ, ഈ ഒരു കോഫിയുടെ ഈ ഒരു കുരു ഉപയോഗിച്ചിട്ട് നമ്മളിതിനകത്തേക്ക് ക്രഷ് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നിങ്ങൾ ചോദിക്കാം, കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്താൽ മതിയോ എന്നുള്ളത്. പോരാ, നമുക്ക് ഇതുപോലത്തെ കോഫിയുടെ ബീറ്റ്സ് തന്നെ വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സീഡ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് കേട്ടോ. ഈ ഒരു ടെക്നിക്കിൽ നിങ്ങൾ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോഫി പൗഡർ ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു മെത്തേഡിലാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടാത്ത കഞ്ഞിവെള്ളമായിരിക്കണം കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളം ചൂടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോഫിയുടെ ആ ഒരു ചതച്ചെടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ക്രഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് പൗഡറൊന്നും ആവത്തില്ല, എങ്കിലും നമുക്ക് ആ ഒരു ക്രഷിങ് മെത്തേഡിലാണ് ഇത് കിട്ടുക. അത് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല രീതിക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം അതങ്ങ് ഓഫ് ചെയ്ത് തരാം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്കിതങ്ങ് ഉപയോഗിക്കുന്ന മെത്തേഡ് ഒന്ന് നമുക്ക് നോക്കി കാണാം. ആദ്യം നമ്മളിത് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നതിന് ശേഷമാണ് നമ്മളിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കാപ്പിക്കുരു ചേർത്തിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള മെത്തേഡ് നോക്കി കാണാം. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാണോ ഷാമ്പു വാഷ് ചെയ്ത് വരുന്നത് ആ രീതിക്ക് അങ്ങ് ചെയ്തു വരാം കേട്ടോ. അപ്പോൾ ഷാമ്പു എങ്ങനെ ശരിയായ രീതിയിൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. 4 ഭാഗങ്ങളിൽ കറക്റ്റ് പോർഷനിൽ വേണം ഈ ഒരു ഷാമ്പു അപ്ലൈ ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഷാമ്പൂൻ്റെ റിസൾട്ടും അതുപോലെ നിങ്ങളുടെ മുടി നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിച്ച് ഷാമ്പു വാഷ് ചെയ്ത് വന്ന ശേഷം കണ്ടീഷണർ ഉപയോഗിക്കില്ല. കണ്ടീഷണറിന് പകരം വേണം ഈ ഒരു വാട്ടർ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, സ്കാൽപ്പിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ഇത് ഒഴിക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അങ്ങനെ അങ്ങ് ലീവ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോർമലി വെള്ളം ഉപയോഗിച്ച് അങ്ങ് വാഷ് ചെയ്തിട്ട് വരിക. ഇത് നമുക്ക് ആഴ്ചയിൽ 2 തവണ ഈ രീതിക്ക് നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്ത് വരാവുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ 2 തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ എത്ര വലിയ മുടി കൊഴിച്ചിലുള്ള ഒരാളാണെങ്കിലും അവർക്ക് പെട്ടെന്ന് ആ ഒരു മുടി കൊഴിച്ചിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് 1 മാസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ അടിപൊളി റിസൾട്ടായിരിക്കും.